Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss the subject language across the curriculum, and we are going to deal the fourth unit, that is theories of language learning. So far നിങ്ങൾ പഠിച്ചിരിക്കുന്ന യൂണിറ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു യൂണിറ്റാണ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു ലേൺ ദ തിയറി. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന് വന്നിട്ടുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ആൻഡ് കോണ്ടൻറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം റിയലി സോറി, കോണ്ടൻറ്റ് സ്പെല്ലിംഗ് തെറ്റാണ്, CONTENT ആണ്. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ് ഇത് വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. സോ ഇവിടെ ഞാൻ എല്ലാ പോയിൻറ്റുകളും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മെയിൻ ഐഡിയാസ് മാത്രമാണ് തരാൻ പോകുന്നത് കേട്ടോ. പ്ലേറ്റോസ് പ്രോബ്ലമിൽ പറയുന്നത് ഫസ്റ്റത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്, പ്ലേറ്റോയുടെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഫിലോസോഫിക്കൽ തോട്ട് തുടങ്ങിയത് മുതലേ ഉള്ള ഓരോ ടൈപ്പ് ഓഫ് എന്താ പറയുക സജഷൻസും തിയറീസും പ്ലേറ്റോ നൽകുന്നുണ്ട്. പക്ഷേ അതൊരു വെസ്റ്റേൺ ഫിലോസഫിയുടെ ബിഗിനിങ്ങിൽ മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ മോഡേൺ ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സിന് ആവശ്യമുള്ള ഒരുപാട് പ്രോബ്ലംസും സൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, പോസ് ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റിൽ പ്ലേറ്റോ എപ്പോഴും കൂടെ നിന്നുള്ളത് നേച്ചറിൻ്റെ ഭാഗത്താണ്. ബിക്കോസ് ഹീ ബിലീവ്സ് ദാറ്റ് നോളജ് വാസ് ഇന്നേറ്റ്. നോളജ് എന്നുള്ളത് ഇന്നേറ്റ് ആണ്, ഒരാളിൽ ആൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് എന്നാണ് പ്ലേറ്റോ വിശ്വസിക്കുന്നത്. സോ ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ പോയിൻ്റാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്, ദിസ് വാസ് ഹിസ് ആൻസർ ടു വാട്ട് ഹാസ് ബിക്കം നോൺ ആസ് Plato's problem, or as Bertrand Russell summarizes it, how comes it that human beings whose contacts with the world are brief and personal and limited are nevertheless able to know as much as they do know? അതായത് ഒരാൾ ജനിച്ച് ഒരു ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ആ ഭൂമിയുമായിട്ട് അതിലുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ ബ്രീഫാണ്, വളരെ പേഴ്സണലാണ്, വളരെ ലിമിറ്റഡ് ആണ്. എന്നിട്ടും ആളുകൾക്ക് എങ്ങനെയാണ് അവർക്ക് ഇത്രയും നോളജ് ഉണ്ടാകുന്നത്? സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇന്നേറ്റ് ആയിട്ട് എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആൾ പറയുന്നത് നമ്മൾക്ക് ഒരു മനുഷ്യന് വളരെ ചുരുങ്ങിയ കണക്ഷനാണ് ലോകവുമായിട്ടുള്ളത്. ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്? സോ പ്ലേറ്റോയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഇന്നേറ്റ് ആണ്, നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ നോളജ് അക്വയറിങ്ങിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് കാർട്ടീഷ്യൻ തിയറി ഓഫ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. കാർട്ടീഷ്യൻ തിയറിയിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അപ്പോൾ നോം ചോംസ്കീസ് കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ്, നോം ചോംസ്കിയാണ് ഇത് കൊണ്ടുവരുന്നത്. ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് റാഷണലിസ്റ്റ് തോട്ട് പബ്ലിഷ്ഡ് ഇൻ 1966 ഹാസ് ദ പർപ്പസ് ഓഫ് ഡീപ്പനിങ് ആർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദ അണ്ടർലൈ ഇറ്റ്സ് യൂസ് ഇൻ അക്വിസിഷൻ. അപ്പോൾ ആളുടെ ഏത് വർക്കിനകത്തെന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1966 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഓഫ് റാഷണലിസ്റ്റ് തോട്ടിലാണ് ഇതിനകത്ത് ഇത് പറയുന്നത്. Chomsky wishes to shed light on these underlying structures on human language and subsequently whether one can infer the nature of an organism from its language. അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നത് ഒരാളുടെ ലാംഗ്വേജ് നോക്കിയിട്ട് ആ ഒരു ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? യു ക്യാൻ ടെൽ എ ലോട്ട് അബൌട്ട് സം വൺ ബൈ വാട്ട് ദേ സേ ആൻഡ് ഹൗ ദേ സേ ഇറ്റ്. ഒരു കാര്യം ആളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവരെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. Cartesian linguistics refers to a form of linguistics developed during the time of René Descartes, a prominent 17th century philosopher whose ideas continue to influence modern philosophy. അപ്പോൾ 17th സെഞ്ച്വറിയിലുള്ള ഒരു ഫിലോസഫറാണ് ആര്? റെനെ ഡിസ്കാർട്ടസ്. അപ്പോൾ ആൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. സോ ഈ ഒരു സമയത്താണ് ഈ കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് വരുന്നത്. ഇതൊരു ഫോം ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ചോംസ്കീസ് ബുക്ക് കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് മാനേജസ് ടു ട്രേസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് തിയറി ഫ്രം ഡിസ്കാർട്ടസ് ഹിംസെൽഫ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, ഓർ ഇൻ അതർ വേർഡ്സ് ഡയറക്ട്ലി ഫ്രം ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് അപ് ടു ദി റൊമാൻറ്റിക് പീരിയഡ്. അപ്പോൾ ഈ പോയിന്റിൽ പറയുന്നത് ചോംസ്കിയുടെ ബുക്ക് കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ബുക്ക് എന്താണ് ചെയ്യുന്നത്? ലിംഗ്വിസ്റ്റിക് തിയറിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് ട്രേസ് ചെയ്യുന്നത്. ആര് തൊട്ട് ആര് വരെയുള്ള, ഡിസ്കാർട്ടസ് മുതൽ അലക്സാണ്ടർ വരെയുള്ള, അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് പീരിയഡ് തൊട്ട് റൊമാൻറ്റിക് പീരിയഡ് വരെയുള്ള. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജിനായാലും ഒരു പെർട്ടിക്കുലർ
കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാം കോമൺ ആയിരിക്കും. ദിസ് പോയിന്റ് ആർഗ്യൂസ് ദാറ്റ് there is a universal grammar inherent in all human minds. എല്ലാത്തിലും ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമറും പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട് എന്നാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം. കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക് സബ്ജക്ട്സ് കവേർഡ്. Man versus brute, freedom from instinct, universality, deep structure versus surface structure, a summary of Port Royal grammar, past and present, common notions. മാൻ വേഴ്സസ് ബ്രൂട്ട് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ടേംസിൽ ഞാനൊന്ന് പറയാം. നോം ചോംസ്കി ഉദ്ദേശിക്കുന്നത് കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം അദ്ദേഹം പറയുകയാണ് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സെറ്റ് ഓഫ് ഒരു സിമ്പിൾ റെസ്പോൺസ് തരുന്ന ഒരു ലാംഗ്വേജ് അല്ല. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ് മാനിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ആനിമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് മെക്കാനിക്കലാണ്. അതൊരു സെറ്റ് ഓഫ് പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള റെസ്പോൺസുകളും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പം നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആനിമൽസിന് ഒരു സെറ്റായിട്ടുള്ള ഒരു ഫ്രേസസ് ഉണ്ട്. എന്നാൽ ഹ്യൂമണിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഇമ്പ്രൂവ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരും. അതാണ് മാൻ വേഴ്സസ് ബ്രൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഫ്രം ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റീസൺ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതാണ്, മറ്റുള്ള സ്റ്റിമുലസ് കൺട്രോളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിക്റ്റുകളിൽ നിന്നോ അതിനെ ബാധിക്കാത്ത തരത്തിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ലാംഗ്വേജിന് മാത്രമാണ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കണക്ട് ചെയ്യാതെ ഒരു മൊത്തത്തിൽ നിങ്ങളുടെ കൊഗ്നിറ്റീവായിട്ടുള്ള കാര്യമോ ആർട്ടോ എന്തോ ആയിക്കോട്ടെ എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലാംഗ്വേജാണ്. ഒരു ആനിമൽ ലാംഗ്വേജ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡേഞ്ചറോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അതിന് പ്രതികരിക്കാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് പോയിറ്റിക്കൽ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇതൊക്കെ മറ്റു തരത്തിലുള്ള ലാംഗ്വേജിനെ നോക്കുകയാണെങ്കിൽ അതിന് ലാക്ക് ചെയ്യും. മറ്റു തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ആനിമൽ ലാംഗ്വേജാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇൻ അതർ വേർഡ്സ് ദ പോയിറ്റിക്കൽ ക്വാളിറ്റി ഓഫ് ദ ഓർഡിനറി ലാംഗ്വേജ് ഡിറൈവ്സ് ഫ്രം ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഫ്രം ഇമ്മീഡിയറ്റ് സ്റ്റിമുലേഷൻ. ഒരു ഇമ്മീഡിയറ്റ് സ്റ്റിമുലേഷനിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് കൊണ്ട് മാത്രമാണ് ഈ ലാംഗ്വേജിന് ഇങ്ങനത്തെ ഒരു പോയിറ്റിക്കൽ ക്വാളിറ്റി കിട്ടുന്നതെന്നാണ് പറയുന്നത്. യൂണിവേഴ്സാലിറ്റിയിൽ ഹംബോൾട്ട്, ഹേർഡർ, ഗോദയൊക്കെ പറയുന്ന എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ചോംസ്കി ആർഗ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് എല്ലാ ലാംഗ്വേജിനും ഒരു സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ആൾ കണക്ട് ചെയ്യുന്നത് ആളുടെ ഈ ജനറേറ്റീവ് ഗ്രാമർ വെച്ചിട്ടാണ്. എങ്ങനെയാണ് യൂണിവേഴ്സൽ ഗ്രാമർ വർക്ക് ചെയ്യുന്നതെന്ന് ഈ മോഡേൺ വേ ഓഫ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല ആൾ പറയുകയാണ് വാട്ട് ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ലാംഗ്വേജും തോട്ടും തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയാണ്. അതായത് രണ്ടും ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയാണ് ഉണ്ടായി വരുന്നത്. അതായത് രണ്ടെണ്ണത്തിനും ഈ തോട്ടായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ. Humboldtian is the idea that the force which generates language and force which generates thought are one and the same. ഈ തോട്ട് ആയാലും ലാംഗ്വേജ് ആയാലും ജനറേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡീപ്പ് സ്ട്രക്ചർ വേഴ്സസ് സർഫസ് സ്ട്രക്ചർ. അപ്പോൾ ഈ നാലാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിന് അല്ലെങ്കിൽ ദീസ് ആർ നെയിംലി സൗണ്ട് ഓർ ക്യാരക്ടർ ഓഫ് എ ലിംഗ്വിസ്റ്റിക് സൈൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. രണ്ട് ആസ്പെക്റ്റുകളാണ് ലാംഗ്വേജിനുള്ളത്. അതാണ് ഒന്നാമത്തേത് സൗണ്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് എ ലിംഗ്വിസ്റ്റിക് സൈൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ സൗണ്ടും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് രണ്ട് കാര്യങ്ങൾ. ഇത് ഏതൊക്കെയാണ്? ഡീപ്പ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും. ഇനി അതെന്താണെന്ന് നോക്കാം. ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റഡ് ഇൻ ദ മൈൻഡാണ്, ഒരു തോട്ടാണ്, ഒരു മിറർ ഓഫ് തോട്ടിനെയാണ് നമ്മൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ അണ്ടർലൈയിങ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങോ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ആ സർഫസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേർഡ്സോ ഫ്രേസസോ ആ സെൻറ്റൻസ് എന്താണോ ആ പുറത്തേക്ക് ഹിയർ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്നതും, ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന് അണ്ടർലൈയിങ് ആയിട്ടുള്ള അതിനകത്തുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഏതൊരു ലാംഗ്വേജ് ആയാലും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, അതെല്ലാത്തിനും സെയിം ആയിരിക്കും. ഒരു ഡീപ്പ് സ്ട്രക്ചർ എന്നുള്ളത് സെയിം ആയിരിക്കും. എന്നാൽ അതിൻ്റെ സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള സാധനമാണ് ഡീപ്പ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5th പോയിന്റിൽ പറയുന്നത് സമ്മറി ഓഫ് പോർട്ട് റോയൽ ഗ്രാമറിലും പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഡീപ്പ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ് പറയുന്നത്? എ ബേസ് സിസ്റ്റം ദാറ്റ് ജനറേറ്റ്സ് ഡീപ്പ് സ്ട്രക്ചേഴ്സ് ആൻഡ് എ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം ദാറ്റ് മാപ്സ് ദീസ് ഇൻ ടു സർഫസ് സ്ട്രക്ചേഴ്സ്. ഒരു ബേസ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷണൽ സിസ്റ്റത്തിനെയാണ് സർഫസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ ഡീപ്പ് സ്ട്രക്ചർ ദാറ്റ് കൺവേസ് ഇറ്റ്സ് മീനിങ്, ഇതിനെയാണ് ഇന്നർ മെൻ്റൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ ഇന്നർ മെൻ്റൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഔട്ടറിലേക്ക് വരുന്ന ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ്, ആ സൗണ്ട് സീക്വൻസിനെയാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര തന്നെയാണ് അതിനകത്തും പറയുന്നത്. നെക്സ്റ്റ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഡേൺ ലിംഗ്വിസ്റ്റിക് തിയറി മൊത്തമായിട്ടും പാസ്റ്റിലുണ്ടായിരുന്ന ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഫാക്റ്റ് അല്ലെങ്കിൽ മീനിങ് കറസ്പോണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഡീപ്പ് ആൻഡ് സർഫസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ സമയത്ത് ഇത് ഒരു ട്രഡീഷണൽ അറ്റംപ്റ്റ് ആണല്ലോ, ആ സമയത്ത് ഡീപ്പ് ആൻഡ് സർഫസ് സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഇനി അത് അഡ്രസ്സ് ചെയ്യണം. ഈ കാർട്ടീഷ്യൻ ഫിലോസഫിയിൽ പറയുന്ന കാര്യങ്ങളെ അക്നോളജ് ചെയ്തിട്ട് ആ ഇഷ്യൂസ് കാർട്ടീഷ്യൻ ഫിലോസഫി റേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണം, അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ കോമൺ നോഷൻസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ഒരു പ്രീ വയർഡ് ആയിട്ടുള്ള കുറച്ച് കപ്പാസിറ്റീസ് നമുക്ക് എല്ലാവർക്കും ലാംഗ്വേജിനകത്തുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ബിൽറ്റിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഹെൽപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു പുറത്തുനിന്നുള്ളൊരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാംഗ്വേജിന് കൂടുതലായിട്ട് അക്വയർ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുള്ളൂ. സോ ഈ ഇൻബോൺ ലാംഗ്വേജ് എബിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഈ കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ ഇന്നീറ്റ് എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ട്രിഗർ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഔട്ട്സൈഡ് സ്റ്റിമുലസും കൂടെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോമൺ നോഷൻസിൽ പറയുന്നത്. ഇനി ലാംഗ്വേജ് ലേണിംഗ് അപ്രോച്ചിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഇസ് എ മാറ്റർ ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂറേഷൻ ഓഫ് റിലേറ്റീവ്ലി ഫിക്സ്ഡ് കപ്പാസിറ്റീസ് അണ്ടർ അപ്രോപ്രിയേറ്റ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഗ്രോയിങ് പോലെയാണ്. നമുക്ക് കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബിൽറ്റ് ഇൻ എബിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ ഓരോ ലാംഗ്വേജും കേട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് എക്സ്റ്റേണൽ കണ്ടീഷൻസ് കൊണ്ടാണ് അതിനെ ഗ്രോ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആൻഡ് ഇൻ 17th century പീപ്പിളിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നോളജൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് ആയിട്ടുള്ളൊരു മാറ്ററിൽ നിന്നാണ്. ആൻഡ് ഇതിനെല്ലാത്തിനെയും കൂടെ കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് എന്നൊന്നും അവർക്ക് അറിയില്ല, ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റേർഡ് ആയിരുന്നു. അവർക്ക് മൊത്തത്തിൽ കിട്ടാനുള്ള ഒരു അഡീക്വേറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ല ഉണ്ടായിരുന്നത്, ഇനാഡീക്വേറ്റ് ഡാറ്റ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോളജ് എന്നുള്ളത് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രോപ്പർട്ടീസ് കൺട്യൂസീവ് ടു വാട്ട് ഇസ് ലേൺഡ് ആർ ആട്രിബ്യൂട്ടഡ് ടു ദ മൈൻഡ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നതാണ് ദ തിങ്സ് ദറ്റ് ഹെൽപ്പ് us ലേൺ ലാംഗ്വേജ് കം ഫ്രം അവർ മൈൻഡ് എന്നുള്ളതാണ്. അപ്പം ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നത് വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? മൈൻഡിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് തിയറീസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ് were essentially the same, though there was an acknowledged difference that would consequently become indistinct during acquisition. അതായത് നമ്മളൊരു കാര്യത്തെ കേൾക്കുന്നതും അതിൻ്റെ ഒരു പെർസെപ്ഷനും അത് പഠിക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ദോ ദർ വാസ് എൻ അക്നോളജ് ഡിഫറൻസ് ദാറ്റ് വുഡ് കോൺസിക്വൻ്റ്ലി ബിക്കം ഇൻഡിസ്റ്റിങ് ഡ്യൂറിങ് അക്വിസിഷൻ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇതിൻ്റെ തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ബിക്കം ലെസ് ക്ലിയർ ആസ് ഫീൽ. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരും, അത് ക്ലിയർ കുറഞ്ഞു വരും എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ദസ് പ്രയർ നോളജ് ആൻഡ് സെറ്റിംഗ് പ്ലേ എ ലാർജ് റോൾ ഇൻ ഡിറ്റർമൈനിങ് വാട്ട് വി സീ. അപ്പോൾ ഇവിടെ പറയുന്നത് വാട്ട് വി ഓൾറെഡി നോ ആൻഡ് വേർ വി ആർ ഇൻഫ്ലുവൻസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്.
നമുക്ക് ഓൾറെഡി എന്തറിയുമോ ആൻഡ് ഓൾറെഡി നമ്മളിപ്പോൾ ഏത് സ്ഥിതിയിലാണുള്ളത് അതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നത്. പീപ്പിൾ യൂസ് ടു തിങ്ക് ദാറ്റ് ദ ഐഡിയാസ് കുഡ് ബി സ്റ്റാമ്പ്ഡ് ഓൺ അവർ മൈൻഡ്സ് വെൻ വി തോട്ട് അബൌട്ട് ദം. അപ്പോൾ ആളുകൾ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സ്റ്റാമ്പ് ചെയ്തിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ലാംഗ്വേജ് ലേണിംഗ് അപ്രോച്ചിൻ്റെ പോയിൻറ്റ്സിൽ നിങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. 2 പോയിൻറ്റ്സും കൂടിയാണ് അവിടെ വരുന്നത്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹംബോൾട്ട് ആൾ എൻലൈറ്റ്മെൻറ്റിൻ്റെ റൊമാൻറ്റിക് പീരിയഡിൻ്റെ ഇടയിലുള്ളൊരു കണക്ഷനിൽ ലീവ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ആൾ മാത്രമാണ് ഈ ഒരു ജനറേറ്റീവ് സിസ്റ്റം ഓഫ് ലാംഗ്വേജിനെ പറ്റിയിട്ട് ഡിവൈസ് ചെയ്തിട്ടുള്ളത്. And again, Chomsky asserts that contemporary research in perception has returned to the investigation of internally represented schemata. The current work of modern linguistics continues the tradition of Cartesian linguistics in transformational grammar. അപ്പോൾ ഇവിടെ ചോംസ്കി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു സംഭവത്തെ ലാംഗ്വേജിനെ പോലെയുള്ള കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻസ് ആ ഒരു സ്ട്രക്ചറിനെ ബിൽഡ് ചെയ്യുന്നത്, നമ്മളത് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. ചോംസ്കി പറയുന്നതാണ്, സയൻറ്റിസ്റ്റ് സ്റ്റഡീസ് ഹൗ വി പെർസീവ് തിങ്സ് like language are now focusing on how our brains use internal blueprints or structures to understand what we see and hear. നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അതിനെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഈ മോഡേൺ ലാംഗ്വേജ് സ്റ്റഡീസിൽ എന്താണ് ചെയ്യുന്നത്, ഈ TG ഗ്രാമർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമറിനെ ഇപ്പോഴും കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോളോ ചെയ്തു പോരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ടേംസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല. മാക്സിമം മലയാളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ലോക്സ് തിയറി ഓഫ് ടാബുല റസ. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാർട്ടീഷ്യൻ ലിംഗ്വിസ്റ്റിക്സിന് കുറച്ച് വിപരീതമായിട്ടുള്ള ഒരു ടേമാണ് ലോക്സ് തിയറി ഓഫ് ടാബുല റസ. ഇവിടെ എന്താ പറയുന്നത്, ജോൺ ലോക്ക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്. അദ്ദേഹം പറയാണ്, ഹി സെറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എംപിരിസിസം. ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടാബ്യുല റസ അല്ലെങ്കിൽ എംറ്റി ഓഫ് ഐഡിയാസ് ആയിരിക്കും. പിന്നീട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുകയാണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓബ്ജക്ട്സ് ഇൻ ദ വേൾഡ് ദാറ്റ് ആർ സെൻസസ് ബ്രിങ് ടു അസ്. നമ്മൾ പതിയെ നമ്മളുടെ ബുദ്ധിയുമായിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചെറിയ ഐഡിയാസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമ്മളത് വലിയ ഐഡിയാസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ജോൺ ലോക്ക് പറയുന്നത്. അപ്പോൾ ഈ ടാബുല റസ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പറയുന്നത്, സൈക്കോളജിയിൽ ബ്ലാങ്ക് സ്ലേറ്റ് അല്ലെങ്കിൽ ടാബുല റസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ആൻഡ് ഇവർ പറയാണ് 2 മീനിങ്സ് ആണ് അതിനുള്ളത്. ഫസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഇസ് ബോൺ, അല്ലെങ്കിൽ ഒരു ബേബി ബോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം എനിത്തിങ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഐഡിയ പറയുന്നത് എന്താണ്, ജനറ്റിക്സ് ആൻഡ് ബയോളജി ഡോണ്ട് മാറ്റർ മച്ച് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ ജനറ്റിക്സോ ബയോളജിയോ അധികം നമ്മുടെ പേഴ്സണാലിറ്റീനെ മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സെക്കൻഡ് മീനിങ് എന്ന് പറഞ്ഞാൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടേം അറിയാലോ, ബ്ലാങ്ക് സ്ലേറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ തെറപ്പിസ്റ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് ആളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും മറ്റാളെടുത്ത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ പേഷ്യൻറ്റിൽ നിന്നുള്ള ഫോക്കസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ടാബുല റസയിൽ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്നതിൽ 2 മീനിങ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ മീനിങ്ങിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഈ ടെക്നിക്ക് തന്നെ, തെറാപ്പിസ്റ്റ് യൂസസ് ടെക്നിക് വെൻ ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ കമ്മിങ് ടു ദം ഫോർ ട്രീറ്റ്മെൻറ്റ് ഈസ് എംറ്റി, അലൗവിങ് ദം ടു പ്രസൻറ്റ് ദെയർ ഓൺ നീഡ്സ്. അവരുടെ നീഡ്സ്, അവരുടെ ഡിസയേഴ്സ്, അവരുടെ ബിലീഫും ആണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ മൈൻഡ് എംറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ടാബുല റസയുടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ.
അപ്പോൾ ഈ ഡിസ്കഷൻ ഓഫ് ദി ബ്ലാങ്ക് സ്ലേറ്റ് തിയറിയിൽ പറയുന്നത് ജോൺ ലോക്കിൻ്റെ അഭിപ്രായങ്ങളാണ് ബ്ലാങ്ക് സ്ലേറ്റ് തിയറീനെ പറ്റിയിട്ട്. ആൾ പറയുന്നത് ഒരു ഹെറിഡിറ്ററിയിൽ അല്ലെങ്കിൽ റോയൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അരിസ്റ്റോക്രസിയിലുള്ള ആൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജനിക്കുന്ന സമയത്ത് ഹയർ നോളജ് വെച്ച് ജനിക്കുമെന്നുള്ള ആ ഒരു ഐഡിയനെ ആൾ തള്ളിക്കളയാണ്. ആൾ പറയാണ് ഒരാൾ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ വലിയ ഏതെങ്കിലും ഒരു റോയൽ ആയിട്ടുള്ള ഒരാളോ ഇവരൊക്കെ ജനിക്കുന്ന സമയത്തിന് ഇന്നേറ്റ് ആയിട്ട് നല്ല ഹയർ നോളജ് ഉണ്ട് എന്നുള്ള ഒരു തോട്ടിനെ അയാൾ എഗെയിൻസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ലേവറിയിലുള്ള ഒരു സ്ലേവ് ജനിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് വളരെ ലെസ് നോളജ് ആണ് ഉണ്ടാവുക എന്നുള്ള എന്താ പറയുക ആ ഒരു തോട്ടുണ്ടല്ലോ, അതും ആൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ലോക്ക് പറയുന്നത് എല്ലാ ആളുകളും എന്താണ് ഈക്വലാണ്, ഇക്വാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ ആണ് പറയുന്നത്. എന്നിട്ട് ആൾ പറയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്, ഗ്രൂപ്പ്സ്, സെക്സസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരാളുടെ മാറ്റങ്ങൾ, ഡിഫറൻസസ് എന്ന് പറയുന്നത് വരുന്നത് അയാൾ ജനിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമല്ല, ആളുടെ എക്സ്പീരിയൻസസ് ആണെന്ന് പറയുന്നത്. ഹി തോട്ട് ഇറ്റ് വാസ് റോങ് ടു ട്രീറ്റ് പീപ്പിൾ ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ തിങ്സ് ലൈക്ക് റേസ് ഓർ ജെൻഡർ. അവർ ജനിച്ച റേസിൻ്റെയോ ജെൻഡറിൻ്റെയോ ഒക്കെ പേരിൽ അവരെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന രീതിയെ അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആൾ ബ്ലാങ്ക് സ്ലേറ്റ് തിയറിയിൽ പറയുന്നത് ഒരാൾ റിച്ച് ആയിട്ടുള്ള ഒരു റോയൽ ആയിട്ടുള്ള രീതിയിൽ ജനിച്ചെന്ന് വിചാരിച്ച അയാൾക്ക് ഹയർ ആയിട്ടുള്ള ഇന്നേറ്റ് നോളജ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു സ്ലേവ് ആയിട്ട് വളരെ താഴെയുള്ള എന്താ പറയുക ഒരു ലോ ബോൺ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ആൾക്കും നോളജ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതല്ല. ആൻഡ് എല്ലാവരും ഈക്വലാണ്, ആളുടെ ഒരു ബേർത്തിനനുസരിച്ചല്ല, പക്ഷേ അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഗൈസ്, വീഡിയോ കുറച്ച് ലെങ്തിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നൈസായിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് മൊഡ്യൂൾസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദിസ് വീഡിയോ ഇസ് വെരി ലെങ്തിയർ ആൻഡ് ഐ ബി ട്രൈങ് ടു പോസ്റ്റ് ദ നെക്സ്റ്റ് വീഡിയോ വെരി സൂൺ. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് questions, doubts or any comments, please do feel free to mention it in the comment section. And thank you so much. If you have any comments related to my class, you can give the suggestions down. So thank you. Bye.